വേണു, എന്താ ഇത്? ഇന്നൊരു നല്ല ദിവസമായിട്ട് നിലവിളക്ക് പോലും കത്തിച്ചു വയ്ക്കാതെ. സാരമില്ല, സദാ കത്തി നിൽക്കുന്ന വിളക്ക് രേണുവിന്റെ മനസ്സിലുള്ളപ്പോ എന്തിനാ മറ്റൊരു നിലവിളക്ക്, അല്ലേ? ഭയങ്കര ക്ഷീണം. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം, നീ ഭക്ഷണം എടുത്ത് വയ്ക്കും. പിന്നെ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. നീ എന്താ ഒന്നും കഴിക്കാത്ത? നിനക്ക് എന്തു പറ്റി? വിശപ്പില്ല. എനിക്കറിയാം എന്താ വിശപ്പില്ലാത്തതെന്ന്. ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. പ്രതീക്ഷിക്കാത്ത പലതുമാണല്ലോ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കാറുള്ളത്. അത് മനഃപൂർവ്വം തന്നെയാണ് സംഭവിച്ചത്. അല്ലെന്ന് പറയാൻ പറ്റുമോ? നീ എന്നല്ല, ആരായിരുന്നാലും തെറ്റിദ്ധരിച്ചു പോകും. ആ കൊച്ചുരാമൻ, അവൻ ഒറ്റ ഒരുത്തനായി നിനക്ക് കാരണക്കാരൻ. അതിന് കൊച്ചുരാമൻ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ അപ്പോട്ടാ. അവൻ അറിഞ്ഞിട്ടില്ലെന്നോ? അവനല്ലേ 1-ാം തീയതി കടയിൽ കയറാനെന്നും പറഞ്ഞ് എങ്ങാണ്ടോ കിടന്ന് ഒരുത്തി അങ്ങോട്ട് പറഞ്ഞു വിട്ടതും ഈ ബഹളം അത്ര ഉണ്ടായതും. ബഹളോ? എന്ത് ബഹളം? രേണു, എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള നിന്റെ ഈ പെരുമാറ്റം, അതാ എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. രേണു, നീ എന്നെ വിശ്വസിക്കണം. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇനി ഒട്ടും ചെയ്യുകയില്ല. നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന്? കല്യാണം കഴിഞ്ഞ അന്ന് മുതല് എന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. മരിക്കുന്നവരെ നീ മാത്രമേ ഉണ്ടാവൂ. എന്റെ അപ്പോട്ടിന് ഒരിക്കലും ഒരു തെറ്റും ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. ശാന്താവെ കാണുന്നില്ല. ആ ബാത്റൂമിൽ എവിടെയെങ്കിലും നോക്ക്. ആ കടവുള് 3-4 ദിവസമായിട്ട് ഇവിടെ കിടന്നിങ്ങനെ റോന്തുറ്റുണ്ടായിരുന്നു. അവൻ കൊണ്ട് കാണും. എന്ത് കടവുൾ? ആ പിച്ചക്കാരൻ ഓൺ കടവുൾ. അയ്യോ അണ്ണാ അപ്പടി சொல்லாதீங்கண்ணா சாமி சொல்லக்கூடாது. എടി സൊല്ലാണ്ടെങ്ങനെയാ? സൊല്ലാതെ എങ്ങനെയാ? എടി അവനെ പിടിച്ച് നീ ഇവിടെ കയറ്റിയിരുത്തിട്ട് പാല് കൊടുക്കല്, പഴം കൊടുക്കല്, TV കാണിക്കല്, എന്തെല്ലാം ആയിരുന്നു. എന്നെ പിടിച്ച് അവന്റെ അടുത്തിരുത്തിയിലടി. അവനെ വൃത്തിയട്ടവൻ എന്റെ വായി കയറ്റിട്ട് ഞാൻ എത്ര പ്രാവശ്യമായി കുളിച്ചു. എന്താടി അവന്റെ പേര്? കാടലൻ, വൃത്തിയട്ടവൻ, പുഴുപ്പല്ലൻ, പാണ്ടി, നീഗ്രോ. എടി അവൻ നിന്നെ കൊണ്ട് പോയിരുന്നെങ്കിലോ? പൊക്കോട്ടെ, ഞാൻ സഹിച്ചനെ. പക്ഷെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നോക്കിയതാ. ഇവിടെ ഓളിയം വേണം. ഉക്കാർ ഉക്കാർ, അതെടുത്ത് പടി. ഇത് സംസ്കൃത, എനിക്ക് വായിക്കാൻ അറിയില്ല. ഞാൻ വീശാൻ എടുത്തതാ. அப்போ மண்டோதரி வந்தா. நான் எத்தனை நாளா சொல்லிட்டே இருக்கு, நம்ம ருக்கு வீட்டுக்கு போனோம்னு. எதுக்கடி? ஓ, உங்களுக்கு ஒண்ணும் தெரியாதா? பிரேமன் ஆபீஸுக்கு போனதுக்கு அப்புறம் ருக்கு தனியா தானே அங்க இருக்கு. கண்ணே தேனேன்னு பார்க்க வேண்டிய டைம் தானே இது. எனக்கும் அது தானடி டென்ஷன். நீ ஒரு காரியம் செய், சீக்கிரம் ரெடி ஆயி வா. இப்பவே அவளை கூட்டிட்டு வரா. போ. கடவுளே, என்றுக்குள்ள நல்ல காப்பாத்துக்கணும். டைம் ஆச்சு, சீக்கிரம் கிளம்பணும். നീ പോയി കഴിഞ്ഞ ഞാനിവിടെ ഒറ്റയ്ക്ക്. ഏണ്ട കത്രേ? അപ്പാ, എല്ലാ പെൺകുട്ടികളെയും 7-ാമത്തെ മാസത്തിലെ പ്രസവത്തിന് കൂട്ടിട്ട് പോകുന്നു.
ஆனா ஏன் ருக்குன மட்டும் எதுக்காக இந்த மாசத்துல தான் கூட்டிட்டு போறேன்? அண்ணா நீ ஆபீஸுக்கு போயதுக்கு அப்புறம் ருக்கு இங்க தனியா தானே, நீ எதுக்கு கவலைப்படணும்? உனக்கு டைம் கிடைக்கும்போதெல்லாம் என் வீட்டுக்கு வரலாமே. എനിക്ക് ഇവിടെ നിറയെ ജോലി ഉള്ളപ്പോ ഞാൻ എങ്ങനെയാണ് അപ്പൊ അങ്ങോട്ട് വരുന്നത്? അല്ല ருக்கு. ஆமாப்பா, அவர் சொல்றது உண்மைதான். யோ டைம் ஆச்சு, வியாகாரத்துக்கு முன்னாடி வீட்டுக்கு எத்தனம், சாமி கும்பிடு. கடவுளே. வா. ஐயோ, அப்பா பொட்டி. நில்ல ருக்கு. டாக்டர் என்ன சொல்லிருக்க? ஓ. அப்படி பண்ண கூடாது. சரி, சரி. மாற மாற. அண்ணா, பாத்து. அப்பா பொட்டி போடி. நானா சீக்கிரம் எடுத்து வாடா. வா. வாங்க. അമ്മയെ കിട്ടിക്കാൻ. என்னது? അമ്മയെ കിട്ടണ സമയത്തൊക്കെ രുക്കുനെ നോക്കണേ. മെതുവാ മെതുവാ. என்னடி என்ன? ஏங்க, சனிக்கிழமையான எண்ணெய் தேய்ச்சி குளிக்கணும், ஒழுங்கா ஆபீஸ் போகணும், நான் கரெக்டா சாப்பிடணும், அழக்கூடாது. சே. ഗ്ലാസ് വാങ്ങിട്ട്. அழாதீங்கண்ணா. எண்ணெயில போயிட்டு வரேன். அப்பா ருக்குനെ. அம்மா நல்லா பாத்துக்கணும். வர மனசே வரலப்பா. பெட்டி நேரமா என்ன? அங்க, என்ன? அங்க. இங்க வா. அண்ணா, ஓ சொல்றது ஞாபகம் இருக்குல்ல? விடு. பொண்டாட்டி ஊருக்கு போயாச்சு. என் பொண்டாட்டி ஊருக்கு போயாச்சு. അപ്പുകുട്ടാ, പരോളിൽ ഇറങ്ങിയ ഒരു ജയിൽ പുള്ളി ഞാനിപ്പോ. ഇനിയുള്ള ദിവസം ഞാനിവിടെ ഒരു കലക്ക് കലക്കും. അപ്പൊ നീ ഒരു ക്രിമിനൽ ആണല്ലേ? ക്രിമിനൽ ഇയാളുടെ അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ. മനുഷ്യൻ എത്ര പെട്ടെന്ന് മനസ്സിലാവൂ? ஹலோ, ഒരു വിഷയം தெரியுமா? എൻ പൊണ്ടാട്ടി വീട്ടിക്ക് പോയാച്ച്. ഇനി രേണുവിന് തുറന്ന മനസ്സോടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഈ പ്രേമന് നൽകാം. അല്ല, ചായയോ കാപ്പിയോ, ഞാനതാ ഉദ്ദേശിച്ചത്. പിന്നെ ദേ, എന്നെ ഇവിടുത്തെ അപ്പുക്കുട്ടിനെ ഏൽപ്പിച്ചിട്ടാ എന്റെ രുക്ക് പോയിരിക്കുന്നത്. ആ, നല്ല നിറം. സാരി ഐ മീൻ സാരി. സ്വന്തം സെലക്ഷൻ ആയിരിക്കും. അങ്ങേർക്ക് ഇത്രയും കളർ സെൻസ് ഒന്നും ഇല്ലെന്ന് എനിക്ക് തീർച്ചയാ. ആരെങ്കിലും സെലക്ട് ചെയ്തോട്ടെ, അതിന് പ്രേമൻ എന്താ കാര്യം? അത് കൊള്ളാം. എന്താ കാര്യന്നോ? ഇത്രയോ മറന്ന ചിങ്ങം 1-ാം തീയതി രേണുവിന് കിട്ടിയ പുതിയ ഹസ്ബൻഡ് മിസ്റ്റർ പ്രേം. എന്തിനിങ്ങനെ പേടിക്കുന്നേ? താലി കെട്ടിയില്ലെങ്കിലും സാക്ഷിയുണ്ടല്ലോ, ഡോക്ടർ പ്രസാദ്. പിന്നെ രേണു പേടിക്കുന്നു. പേടിയൊക്കെ മാറാൻ കുറച്ച് സമയം എടുക്കും. ഇറ്റ്സ് ഓൾ റൈറ്റ്. എനി ഹെൽപ്പ്? എന്ത് സഹായം വേണമെങ്കിലും രേണുവിന് എന്നോട് ചോദിക്കാം. ആരും അറിയില്ലെന്നേ. പിന്നെ ഈ ചുറ്റിക്കളി അതെനിക്ക് വലിയ ഇഷ്ടമാണ്. ബൈ. സാർ ഇന്നിട്ടിരിക്കുന്ന കോസ്റ്റ്യൂംസിൽ കണ്ടിന്യൂറ്റി ചേഞ്ച് ഉണ്ടല്ലോ. ഇനി കുറച്ച് മാസത്തേക്ക് യാതൊരു കണ്ടിന്യൂറ്റി ഇല്ല. എന്താ സാറേ, പെണ്ണുമ്പിള്ള സാറിന് ഡൈവേഴ്സ് ചെയ്തോ? ഡൈവോഴ്സ് ചെയ്തൊന്നുമല്ല, എന്റെ പെണ്ണുമ്പിള്ളക്ക് ഗർഭം പ്രസവിക്കാൻ വിട്ടു. ബില്ലൊക്കെ സെറ്റിൽ ചെയ്തു. ഇനി അവള് വീട്ടിൽ പൊങ്ങിയാലേ ഞാനിവിടെ പൊങ്ങും. ഇവിടെ പൊങ്ങിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വീണ്ടും പണിയൊപ്പിച്ച് അങ്ങ് വിട്ടാ മതി. അയ്യോ, കൂടുതൽ സംസാരിക്കല്ലേ, ക്ഷീണിക്കും. കീങ്ങുന്നേ ബില്ലൊക്കെ ശരിയാക്കി. എനിക്കൊരു 4 ദിവസത്തെ ലീവ് വേണമായിരുന്നു സാർ. എന്താ പ്രത്യേകിച്ച് ഒരു വിശേഷമുണ്ടോ? അല്ല, ഒരു നേർച്ച ഉണ്ടായിരുന്നു. എന്റെ മകൾ സരളയ്ക്ക് 17 വയസ്സ് പൂർത്തിയായാൽ പഴനിമല ചവിട്ടിച്ചേക്കാവുന്നു. സരളയ്ക്ക് 17 വയസ്സോ? അപ്പൊ അതിന്റെ മൂത്തത്? സരസു 19 വയസ്സ്. അപ്പൊ അതിന്റെ മൂത്തത്? സുനന്ദ 21 വയസ്സ്. സരള, സരസു, സുനന്ദ. എന്നിട്ട് ഇതുവരെ ആരും കല്യാണം കഴിപ്പിച്ചിട്ടില്ല സാർ. കഷ്ടമാണ് കേട്ടോ. എന്തുകൊണ്ട് ഈ വക കാര്യങ്ങളൊന്നും എന്നോട് നേരത്തെ പറഞ്ഞില്ല? കള്ള കഴിവറടാ മോനെ, ഇതൊക്കെ പറയാൻ കൊള്ളാവുന്നവനാണോ നീ? എന്താ ശങ്കരൂട്ടി ആലോചിക്കുന്നത്? അല്ല സാർ, പറഞ്ഞതുകൊണ്ട് പരിഹാരം ഉണ്ടാകുമായിരുന്നല്ലോ. വിഷമിക്കണ്ട. ശങ്കരൻകുട്ടിയുടെ 3 പെൺമക്കളെയും നമ്മൾ ഈ കമ്പനിയിൽ മോഡൽ ഗേൾസ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു. പിന്നെ ശങ്കരൻകുട്ടിക്ക് സുഖമായിട്ട് വീട്ടിലിരിക്കാലോ. എന്താ ശങ്കരൻകുട്ടി ഒരുമാതിരി ഈഗോയും കോംപ്ലക്സും ഒക്കെ മനസ്സിൽ വെച്ചിട്ട് എന്നെ ഒരു അന്യനായിട്ട് കാണുന്നേ? നിന്ന് സംസാരിക്കാം. എന്റെ മുമ്പിൽ ഇരിക്കണേന് ആരുടെങ്കിലും അനുവാദം ചോദിക്കണോ? ഈ പ്രായമായ പെൺകുട്ടികളെ വീട്ടിലിരുത്തിയിട്ട് വയസ്സാകാലത്ത് ഒരു പിതാവിനെ ജോലിക്ക് നടക്കാം. എനിക്കിത് ഇഷ്ടമല്ല ശങ്കരൻകുട്ടി. സാറിന് അതൊരു ബുദ്ധിമുട്ടാകണ്ടെന്ന് കരുതിയ. എന്ത് ബുദ്ധിമുട്ട്? എനിക്ക് ഇതാ ബുദ്ധിമുട്ട്. അത് മാത്രമല്ല, അവർക്ക് ഈ ജോലി വലിയ താല്പര്യമില്ല സാർ. എന്റെ മോഡലിംഗിന്റെ പ്രത്യേകത മനസ്സിലാക്കുമ്പോഴാണ് അവർക്ക് ഈ ജോലിയിൽ താല്പര്യമുണ്ടാകുന്നത്. അല്ലെങ്കിൽ വേണ്ട, ഞാനവരെ പറഞ്ഞ് മനസ്സിലാക്കോളാം. ജ്യേഷ്ഠന്റെ വിരോധമൊന്നുമില്ലല്ലോ. ശങ്കുട്ടിന്റെ വീട് എവിടെയാണെന്ന് പറഞ്ഞ? മുടിക്കൽ. പണിയല്ല ചോദിച്ചത്, വീട് എവിടെയാണെന്ന്. കൃത്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം. അവിടെ ചെറ്റേ
പെരുമ്പാവൂർ മൂടിക്കൽ ഹൗസിംഗ് കോളനി നമ്പർ 113. 113 113. അങ്ങനെയൊന്നും ഇല്ല സാറേ, ഉള്ളത് മതി. ശങ്കരൻകുട്ടി ഇവിടെ ആരും ഇല്ലെന്നേ, പേടിക്കണ്ട സാറ് വാ. നന്നായി. മൂത്താളാണല്ലേ? അതെ സാറേ. സുനന്ദ. സാർ ഇപ്പൊ എന്ത് വിളിച്ചാലും ഞാൻ വിളി കേൾക്കും. സരസു. ഓ സരസു ഇവിടില്ലേ? സരസു ഒന്നും ഇവിടെ ഇല്ല സാറേ. ശങ്കരൻകുട്ടിയുടെ മോള് തന്നെയല്ലേ? ആ, ആരുടെ മോളാണെന്ന് ആർക്കറിയാം? പുറത്തെന്തൊരു പളം. ഇവിടെ ആരെങ്കിലും കയറി വന്നാ ഇത് പതിവാ. കുഴപ്പാവോ? അയ്യോ, അങ്ങനെ കുഴപ്പമൊന്നും ആവില്ല സാറേ. സാർ കുറച്ച് കാശ് എടുത്തേ, ഞാനത് കൊടുത്ത് അവര് ഒതുക്കാം. നോക്ക്, പോ. വീട് തെറ്റിയതാ. ഞാൻ ശങ്കരൻകുട്ടി. എന്നെ സാറാ? സാറേ, സാറ് വന്നാട്ടെ. സാറേ, ഇത് വളരെ മോശപ്പെട്ട അല്ലെങ്കിൽ ഇവനെന്നെ കൊന്നേനെ. അല്ല ഞാൻ മതി മതി, എല്ലാരും പോയാട്ടെ. എന്റെ വീടിന്റെ നമ്പർ എത്രയെന്ന് പറഞ്ഞേ? 113 അല്ലേ? പെരുവഴിയാക്കി തരാം. ഞാൻ പെരുവഴിയാക്കി തരാം. ഇതിനകത്തൊന്നുമില്ലേ? സീറോ ആണല്ലോ. ആഹാ, അത് ശരി. ഈ സേട്ടന് ഈ പരിപാടി ഉണ്ടോ? ഏതായാലും ഇരിക്കട്ടെ, കൊടുക്കാം. വാസന്തി மெதுவா பாத்து நான் சொல்றது கேளுடா. உனக்கு தெரியுமா? ஆமாடா, வீட்டுக்குள்ள ஆபீஸுக்குள்ள நிறைய வேலை இருந்து அதான். சரி, அப்படின்னா ஏன் ஃபோன் பண்ணல? ஆபீஸ் போன் அவுட் ஆஃப் ஆர்டர். அப்ப நினைச்ச வீட்டுக்குள்ள வந்து போன் பண்ணலாம்னு. அங்கேயும் அவுட் ஆஃப் ஆர்டர். ஆக டோட்டல் எல்லாமே அவுட் ஆஃப் ஆர்டர். அதான் நான். ஏன்னா போன் பூத் பக்கத்துல இல்லையா? பொண்டாட்டியோட பப்ளிக் முன்னாடி போனில எப்படி பேசுறது? அடடா. ஐயோ, அப்படியா? ஐயோ, நான் உங்களை தப்பா நினைச்சிட்டேன். சாரி. ஏன்னா இங்க இருந்துட்டு ஒரே போர் அடிக்குதுண்ணா. உனக்கு இப்ப பெட்ரஸ் தானே? டாக்டர் சொன்னது தெரியாதா? உள்ள நம்ம சின்ன கண்ண இருக்கு இல்லையா? நடக்க கூடாது. இப்பதான் நடக்கணும். ഇവിടെ ഉണ്ടായിരുന്ന. அப்படி சொல்லுங்கப்பா. முதல்ல உனக்கு எங்க எல்லாம் போனோம் அது சொல்லு. ആദ്യം പാർക്ക്, പിന്നെ ബീച്ച്, പിന്നെ ഐസ്ക്രീം പാർലർ, എല്ലാ இடத்துலயும் போணும். வெயிட் அதுக்கெல்லாம் முன்னாடி நீ டாக்டர் போய் பாரு. செல்லடா. சரி சரி, Dress மாட்டிட்டு வா. ஐயோ, தேங்க்ஸ்ண்ணா. ஐயோ, மெதுவா போணும். நான் அன்னைக்கு சொல்லி இல்லையா? மெதுவா போணும். கண்ணா, பணம் தேவை இருக்கா? ഒന്നും വേണ്ടേ? അയ്യോ, പണോ? കുറച്ച് കിട്ടിയ ഞാൻ. சரி, நான் எடுத்துட்டு வரேன். ഇനി ഇതിനെ കൊണ്ട് പോണല്ലോ. என்ன மெடிசின்ஸ் இங்க இருந்து வாங்க வேண்டாமா? വേണ്ട വേണ്ട, വെളിയിൽ നിന്ന് വാങ്ങിടാം. ഇങ്ങ ரொம்ப കത്തി. ஓ, அப்படியா? പൈസ எதுக்குண்ணா? ഇത് മെഡിസിൻ വാങ്ങുறது. ஐயோ, இங்க பெரிய கத்தி இல்லையா? വെളിയിൽ താൻ കത്തി. ഇങ്ങ ரொம்ப நல்ல മെഡിസിൻ. ஐயோ, அண்ணா உங்க பேசுங்க. ഡോക്ടർ വരുമ്പോൾ അവളുടെ ഒരു പേഴ്സ്. என்னன்னா? പേഴ്സ് എൻ കയ്യിல இருக்கு. நீ போ, சீக்கிரமா போ. டிஸ்பென்சர் அடிச்சிடு. அண்ணா, நீங்க கூட வாங்கல. நான் இங்க வெயிட் பண்றேன். நீ போ. ஒரு விஷயம் பேசிக்கிறேன்னா. விஷயம் இல்ல, அப்புறம் சொல்லலாம். ഹലോ മിസ്റ്റർ അപ്പുകുട്ടൻ. ഹലോ. അത് സംസാരിക്കാനും നേരമില്ല. ഞാൻ സ്വല്പം തിരക്കില്ല. അല്ല, ആരാ കൂടുണ്ടായിരുന്നു? അത് ഈ അമ്മിക്കല്ലിന്റെയും ആട്ടുകലിന്റെയും പരസ്യത്തിലുള്ള ഒരു മോഡലാ. അമ്മിക്കല്ലോ? എന്താ മിസ്റ്റർ അപ്പുകുട്ടൻ? അതെ, അവൾക്ക് കുറച്ച് ഗർഭം. അയ്യോ, ഞാനല്ല കാരണക്കാരൻ. അല്ല, കാരണക്കാരാണെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. ചോദിച്ചില്ലല്ലേ? ചോദിക്കാൻ പോയതുപോലെ തോന്നിയതുകൊണ്ട് ചോദിക്കാതെ തന്നെ മറുപടി പറഞ്ഞേ ഉള്ളൂ. അല്ല, മിസ്റ്റർ അപ്പുകുട്ടൻ ഈ മോഡലായിട്ട് ഇവിടെ ചെക്കപ്പ്. ഗർഭമുണ്ടെങ്കിൽ ഇല്ലെങ്കിലും എന്റെ ആർട്ടിസ്റ്റിനെ ചെക്കപ്പ് ചെയ്യിക്കാവുന്ന ഉത്തരവാദിത്തം എനിക്കുണ്ട്. അതാരും ചോദ്യം ചെയ്യരുത്. അതെന്റെ അവകാശമാണ്. ബൈ ദ ബൈ, ഡോക്ടർ എന്താ ഇവിടെ? എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ ചാർജ് എടുത്തിട്ടുണ്ട്. പുള്ളി ഒന്ന് കാണാമെന്നാ. അപ്പോഴും ഇവിടെ വരുമ്പോഴും സൂക്ഷിക്കണം. ஏன்னா? കണ്ണനോ? അണ്ണൻ. അല്ല,
അല്ല കണ്ണാന്നാണല്ലോ വിളിച്ചത്. അതെ, എന്റെ പഴയ ഒരു ആർട്ടിസ്റ്റാ. ടിക്ടുണ്ടിയുടെ പരസ്യത്തിൽ ഞാൻ കണ്ണനായിട്ടും അവൾ രുക്മിണിയായിട്ട് അഭിനയിച്ച്. അന്ന് മുതൽ കണ്ണാ രുക്മിണി, കണ്ണാ രുക്മിണി. என்னன்னா ഒന്നുമില്ല എന്നാണ് വിളിക്കാറ്. ഇച്ചിരി വട്ട. அண்ணா ஒரு மருந்தொழிச்சு மீதி எல்லா மருந்தும் கிடைச்சது. അപ്പടിയാ, വെരി ഗുഡ്. யாருண்ணா இது? എന്നോട് ഫ്രണ്ടാ. வணக்கம்ண்ணா. വണക്കം പറഞ്ഞ വണക്കം. நான் ഇവരോட പൊങ്കൽ. മലയാളത്തിൽ പെങ്ങൽ എന്ന് പറയും, ഈ തമിഴിലെ പെങ്ങളെ പൊങ്കൽ എന്ന് പറയും. അതിന്റെ ഒരു ഉത്സവം തന്നെ ഉണ്ടേ. അതാ അപ്പൊ ധൃതിനെ കുറച്ച് വരേങ്ങ. വരട്ടെ. ബൈ, see you. Bye. വിക്ക് ചിലപ്പോ ഒരു അനുഗ്രഹം என்ன അല്ലേ? சொன்னீங்க? ഒന്നുമില്ല. இப்படி இந்த ആ പിച്ചക്കാരനല്ലേ അവരുടെ രണ്ട് കൂട്ടത്തെ ശാന്തം ഇങ്ങനെ ஐயோ, കേൾക്കുവാ. ഈ സൺഡേ ഏയ്, பாருங்க. എന്നടാ ഇവിടെ ഒരു ചുറ്റിക്കളി? സേട്ടനെ കാണാതിരിക്കായിരുന്നു. ഓഹോ, ഫാമിലി ആയിട്ട് തന്നെ ഇറങ്ങിയിരിക്കാണല്ലേ? അല്ല സേട്ടാ, ഇതാ സേട്ടന്റെ പേഴ്സ്. ஐயோ ஆமா அண்ணா இது உன்னோட பேசுதானே ஆமா. ஆமா இது எங்க இருந்து கிடைச்சது അത് വന്ന് പത്മയുടെ അടുത്തുനിന്ന്, അതല്ലെങ്കിൽ കവിതയുടെ അടുത്തുനിന്ന്, അതും അല്ലെങ്കിൽ മേനകയുടെ അടുത്തുനിന്ന്, അതല്ലെങ്കിൽ ഉറപ്പാ സരിതയുടെ അടുത്തുനിന്ന്. അല്ല സേട്ടാ, വാസന്തിയുടെ അടുത്തുനിന്ന്. வாசந்தியா அது யாரு വാസന്തി தெரியாதா? புதுசா கெட்ட போற தியேட்டர் வாசந்தி. അല്ല സേട്ടാ, നമ്മ വാസന്തി. ஐயோ, என்ன ഈ പൈറ്റുകാരൻ என்ன பேசுறது தெரியாது நமக்கு. இந்த ஆளு ஒத்து வராது. வா, 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 சீக்கிரம் சீக்கிரம் சீக்கிரம். அது வந்து நீங்க பெட்டிக்கடா வீடு இந்த இடத்திலும் தெண்ட வேண்டாம். நல்ல 5 ஸ்டார் ஹோட்டல் இல்லையா, அதுக்கு முன்னாடி இருந்து தெண்டணும். அப்ப 100 ரூபாய் இதை கிட்டும். நீங்க ஒருத்தரும் 100 ரூபாய் தான் கிட்ட தந்தா உங்களுக்கு நான் 1 ரூபாய் வீதம் தரும். கேட்டியா? போ போடு கண்ணா, போ.